ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2021 ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഫോക്കസ് ഏരിയയിലുള്ള ചാപ്റ്ററുകളിൽ നിന്നു മാത്രമല്ല, +2 സിലബസിലുള്ള മൊത്തം ചാപ്റ്ററുകളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചാപ്റ്റർ വൈസായിട്ട് ഓരോ ചോദ്യങ്ങളും നോക്കാം. മേം ഇനേം മജേമേം കയ്യി ഖണ്ഡേ ജീവിത രഖ് സക്താ ഹും, യഹ് കിസ്കാ കഥൻ ഹേ? यह अनंग जी का मित्र का कथन है. मेम इनेम मजेमेम കയ്യി ഖണ്ഡേ ജീവിത രഖ് സക്താ ഹും. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് അനങ്ക് ജിയുടെ സുഹൃത്തിന്റെ വാക്കുകളാണ്. ജാത്തെ ജാത്തെ കുച്ച് സുനാ ജായിയേ. ഇത് ആരുടെ വാക്കുകളാണ്? അനങ്ക് ജി കാ മിത്ര. അപ്പോൾ ഇത് രണ്ടും അനങ്ക് ജിയുടെ സുഹൃത്തിന്റെ വാക്കുകളാണ്. കുലി കോ ആത്മീ കെ രൂപ മേ പഹചാനനെ സേ പഹലെ കുലി കെ സാത്ത് യാത്ര കൈസി ഥി. കൂലിയെ മനുഷ്യനെന്നുള്ള നിലയിൽ തിരിച്ചറിയുന്നതിനു മുമ്പ് കൂലിയുടെ കൂടെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഉത്തരം: പഹലെ ജബ് കുലി മാൽ ഉഠാത്താ ഥാ തബ് കവി ഉസ്സെ 10 കദം പീछे ചൽത്താ ഥാ. ആദ്യം കൂലി സാധനങ്ങൾ എടുത്തപ്പോൾ കവി അയാളേക്കാൾ 10 ചുവട് പുറകിലായിരുന്നു നടന്നത്. സാമാൻ ഖുദ് ഉഠാത്തെ വക്ത് കവി കെ ദിമാഗ് മേം കോൻ സാ വിവേക് പൈദാ ഹുവ. സാധനങ്ങൾ സ്വയം എടുത്തപ്പോൾ കവിയുടെ മനസ്സിൽ എന്തു വിവേകമാണ് ഉദിച്ചത്? उत्तरम सामान स्वयं उठाते समय कवि ने माल ढोने का दर्द पहचान लिया. സാധനങ്ങൾ സ്വയം എടുത്തപ്പോൾ അതിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് കവിക്ക് മനസ്സിലായി. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം: കൂലി കഹക്കർ പുകാർനെ പർ കവി കോ ക്യോം ലഗ്താ ഹെ കി കൂലി നഹീം एक इंसान आकर उसके पास खड़ा हो गया. കൂലി എന്ന് വിളിച്ചപ്പോൾ വെറും കൂലിയല്ല, ഒരു മനുഷ്യനാണ് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് കവിക്ക് തോന്നിയത്? ഉത്തരം നോക്കാം. ആജ് അപ്നാ സാമാൻ ഖുദ് ഉഠായ തോ ഏക് ആദ്മി കാ ചെഹറ യാദായ. ഇന്ന് തൻ്റെ സാധനങ്ങൾ സ്വയം എടുത്തപ്പോൾ ഒരു മനുഷ്യന്റെ മുഖം ഓർമ്മ വന്നു. കവിക്കോ പഹലെ പഹൽ ഇസ്കാ ദർദ് അനുഭവ് ഹുവ. കവിക്ക് ആദ്യമായി അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഉനോനെ യഹ് പഹചാൻ ലിയാ കി കൂലി ഭി ഉസ്കെ സമാൻ ഹാഡ് മാംസ് രക്ത് കാ മനുഷ്യ ഹെ. കൂലിയും തന്നെപ്പോലെ അസ്ഥിയും മാംസവും രക്തവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണെന്ന് കവി തിരിച്ചറിഞ്ഞു. ലേഖിക കോ സ്കൂട്ടർ വാല പീർ ജൈസ ലഗ ക്യോം. ലേഖികയ്ക്ക് ഓട്ടോക്കാരൻ ഒരു സിദ്ധനെ പോലെ തോന്നി. എന്തുകൊണ്ട്? ഉത്തരം നോക്കാം. സ്കൂട്ടർ വാല ജൽത്തി ദുപഹരി മേം ബാർ ബാർ സ്കൂട്ടർ रोक कर प्यासे राहगीरों को अपने मश्क से മുഫ്ത് പാനി പിലാത്ത ജാത്താ ഥാ. ഓട്ടോക്കാരൻ എരിയുന്ന ഉച്ചനേരത്ത് ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ നിർത്തി വഴിയാത്രക്കാർക്ക് തൻ്റെ കയ്യിലുള്ള വെള്ളം നിറച്ച് തുകൽ സഞ്ചിയിൽ നിന്നും ജലം നൽകിക്കൊണ്ടിരുന്നു. വഹു പാനി കി റേഹഡി സെ പൈസെ അദാ കർക്കെ മശക് ഭർവാത്ത ഔർ പ്യാസെ യാത്രിയോं को പിലാത്ത ഥാ. അയാളാവട്ടെ വെള്ളം നിറച്ച ഉന്തുവണ്ടിയിൽ നിന്നും
തൻ്റെ സഞ്ചിയിൽ വെള്ളം നിറച്ച് ദാഹിക്കുന്ന യാത്രക്കാർക്ക് വെള്ളം നൽകിയിരുന്നു. हमारे समाज में जहां घर के बुजुर्गों को पानी पिलाने वाला भी कोई नहीं, वहां अपरिचित प्यासे राहगीरों को पानी पिलाने वाला स्कूटर वाला किसी पीर से कम नहीं. നമ്മുടെ സമൂഹത്തിൽ വീട്ടിലുള്ള പ്രായമായവർക്ക് പോലും ആരും ജലം നൽകാത്ത ഇക്കാലത്ത് അപരിചിതരായ ദാഹിക്കുന്ന വഴിയാത്രക്കാർക്ക് ജലം നൽകുന്ന ഓട്ടോക്കാരൻ ഏതൊരു സിദ്ധനേക്കാളും ഒട്ടും കുറവുള്ളവനല്ല എന്ന് ലേഖികയ്ക്ക് തോന്നി. ലടക്കെ ഹുയെ ലംബെ ഡണ്ടലോം കി തുലന കിസ്സെ കി ഗയി ഹേ. തൂങ്ങിക്കിടക്കുന്ന നീളമുള്ള തണ്ടുകളെ എന്ത് ആയിട്ടാണ് തുലനം ചെയ്തിരിക്കുന്നത്? ലടക്കെ ഹുയെ ലംബെ ഡണ്ടലോം കി തുലന ലട്കി സേ കി ഗയി ഹേ. തൂങ്ങിക്കിടക്കുന്ന നീളമുള്ള തണ്ടുകളെ പെൺകുട്ടിയുമായി തുലനം ചെയ്തിരിക്കുന്നു. ഹായ് മുർച്ചാരഹേ ദോ സുരമ്യ സുകോമള രൂപ് കോൻ കോൻ സേ ഹേ. ഹായ്, സുന്ദരവും സുകോമളവുമായ രണ്ട് രൂപങ്ങൾ വാടിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് രൂപങ്ങൾ? ഉത്തരം, യേ സുന്ദർ ഔർ സുകോമൾ രൂപ് കുമുദ് ഫൂൽ ഔർ ലട്കി കാ മുക്കടാ ഹേ. ഈ സുന്ദരവും സുകോമളവുമായ രൂപങ്ങൾ ആമ്പൽപ്പൂവും പെൺകുട്ടിയുടെ മുഖവുമാണ്. न कोई जन्माने वाला न कोई सहेजने वाला, मुर्गी के बारे में माँ ऐसा क्यों कहती है? ജനിച്ചവനുമില്ല, സംരക്ഷിക്കുന്നവനുമാരും ഇല്ല. മുർക്കിയെ സംബന്ധിച്ച് അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ജബ് മുർക്കി ജവാൻ ഹുയി തബ് ഉസ്കെ പിതാ ने उसे पैसे लेकर एक धनी आदमी को देने का निश्चय किया, पर मुर्गी शहर के एक जवान के साथ भाग गई. 6 महीने बाद पति ने उसके साथ छल किया और उसे छोड़ दिया. अब वह पितृहीन और पतिहीन हो गई. इसलिए कहा गया है, न कोई जन्माने वाला न कोई സഹജിനെ വാല. മുർക്കി യൗവനത്തിലെത്തിയപ്പോൾ അവളുടെ പിതാവ് പണം വാങ്ങി അവളെ ധനികനായ ഒരാൾക്ക് നൽകുവാൻ നിശ്ചയിച്ചു. എന്നാൽ മുർക്കി പട്ടണത്തിലെ ഒരു യുവാവിനോടൊപ്പം ഓടിപ്പോയി. 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവളെ ചതിച്ച് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അവൾക്ക് പിതാവും ഭർത്താവും ഇല്ലാത്തവളായി മാറി. അതുകൊണ്ടാണ് ജനിപ്പിച്ചവനുമില്ല സംരക്ഷിച്ചവനുമില്ല എന്ന് അമ്മ പറയുന്നത്. രജിസ്ട്രി കെ പഹലെ പിതാജി കോ ഖേത്ത് ദേഖ്നെ കി ഇച്ഛ ഹുയി ക്യോം. ആധാരം രജിസ്റ്ററാക്കുന്നതിന് മുൻപ് പിതാവിന് വയൽ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. എന്തുകൊണ്ടാണ്? खेत से पिताजी का गहरा संबंध था, उसकी बिक्री में उनको बड़ा दुख था, इसलिए रजिस्ट्री के पहले खेत फिर एक बार देखने की इच्छा हुई. വയലുമായി അച്ഛന് അതിയായ ബന്ധമുണ്ടായിരുന്നു. അത് വിൽക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖവുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തൻ്റെ വയൽ കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. लेखक को अपनी जमीन एक स्लेट लगता है या फूल क्यों? ലേഖകന് തൻ്റെ ഭൂമി ഒരു സ്ലേറ്റ് അഥവാ പൂവ് പോലെ തോന്നി. എന്തുകൊണ്ട്? लेखक को लगा कि जमीन पर उनके बचपन की कविता लिखी है, उसके रंग में उनके रक्त की चमक थी. बचपन में वे खेत में खेलते थे और उससे उनका आत्मबंध था, इसलिए जमीन उनको स्लेट या फूल जैसा लगा.
അതിൻ്റെ മീനിങ് നോക്കാം. ലേഖകന് ഭൂമിയിൽ തൻ്റെ കുട്ടിക്കാലത്തിലെ കവിത എഴുതിയിട്ടുള്ളതായി തോന്നി. അതിൻ്റെ നിറത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ തിളക്കം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം വയലിൽ കളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അതുമായി അഗാധമായ ആത്മബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭൂമി സ്ലേറ്റ് അഥവാ പൂവ് പോലെ തോന്നിയത്. അഗ്നി കി ഉഡാൻ കിസ് വിധാ കി രചന ഹേ? അഗ്നിച്ചിറകുകൾ ഏതു വിഭാഗത്തിൽപ്പെട്ട രചനയാണ്? അഗ്നി കി ഉഡാൻ ആത്മകഥാ ഹേ. അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്നത് ആത്മകഥയാണ്. ഗോപികായേം കബ് അപ്നെക്കോ ഭൂൽക്കർ ദൗഡീം. ഗോപികമാർ എപ്പോഴാണ് സ്വയം മതിമറന്നോടിയത്? കൃഷ്ണ മുരളീവാദൻ സുൻകർ ഗോപികായേം അപ്നെക്കോ ഭൂൽക്കർ ദൗഡി. കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടിട്ടാണ് ഗോപികമാർ മതിമറന്ന് ഓടിയത്. മനോകമൽ പർ ബിജു ജമായി കാ താൽപര്യ ക്യാ ഹേ? താമരയിൽ ഇടിമിന്നൽ ഉദിച്ചു വന്നതാണോ എന്ന് തോന്നുമാറ് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? യദുരാജ് നന്ദിനെ കിൽക്കാരി ഭർത്തെ ഹുയെ कृष्ण के दूत के दांतों को देखा तो उन्हें ऐसा लगा कि कमल पर बिजली उग आई हो. यहाँ कृष्ण का मुख कमल के समान और उसके दूत के दांत बिजली के समान चमकने वाले थे. നന്ദന് ആനന്ദക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെ പാൽപ്പല്ലുകൾ കണ്ടപ്പോൾ താമരപ്പൂവിൽ ഇടിമിന്നൽ ഉദിച്ചു വന്നതുപോലെ തോന്നി. ഇവിടെ കൃഷ്ണന്റെ മുഖം താമരപ്പൂവിന് തുല്യവും കൃഷ്ണന്റെ പാൽപ്പല്ലുകൾ ഇടിമിന്നലിന് തുല്യവുമായി വെട്ടിത്തിളങ്ങുന്നതായിട്ടാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്. യശോദാമാം അപ്നെ ആപ്കോ ഭൂൽ ഗയി കബ് ഔർ ക്യോം. യശോദമാതാവ് സ്വയം മതിമറന്നു. എപ്പോൾ, എന്തുകൊണ്ട്? अपने बेटे का सुंदर मुख देखकर माता यशोदा बहुत खुश हुई. कृष्ण के दूत के दांत देखकर हर्षित होकर वे कृष्ण के प्रेम में निमग्न होकर शरीर की सुधबुध भूल गई. തൻ്റെ പുത്രന്റെ സുന്ദരമായ മുഖം കണ്ടിട്ട് യശോദാമാതാവ് വളരെ സന്തോഷിച്ചു. കൃഷ്ണന്റെ പാൽപ്പല്ലുകൾ കണ്ട് കൃഷ്ണപ്രേമത്തിൽ മുഴുകി തന്നെ തന്നെ മതിമറന്നുപോയി എന്നാണ് കവി പറയുന്നത്. പാരാമാരിബോ ഷഹർ ലേഖകോ ഭാരതീയ ഷഹർ ജൈസ ക്യോം ലഗാ. പാരാമാരിബോ പട്ടണം ലേഖകന് ഒരു ഭാരതീയ പട്ടണം പോലെ തോന്നാൻ എന്താണ് കാരണം? ലഗ്ഭഗ് 1.5 लाख आबादी वाले सूरीनाम में 37% लोग भारतीय मूल के हैं. पारामारिबो शहर में सर्वत्र भारतीय ही भारतीय दिखते हैं, इसलिए वह भारतीय शहर जैसा लग रहा था. ഏകദേശം 4.5 ലക്ഷം ജനസംഖ്യയുള്ള സൂറിനാമിൽ 37% ജനങ്ങളും ഇന്ത്യൻ വംശജരാണ്. പാരാമാരിബോ പട്ടണം എവിടെ നിന്ന് നോക്കിയാലും ഇന്ത്യക്കാരെ കാണാം. അതുകൊണ്ടാണ് അത് ഇന്ത്യൻ പട്ടണമായി തോന്നുന്നത് എന്ന് ലേഖകന് പറയാൻ കാരണം. एक खत तुमको मिलेगा भी या नहीं. बादशाह के मन में ऐसा शक क्यों उभरा होगा? ഈ ലെറ്റർ നിനക്ക് കിട്ടുമോ ഇല്ലയോ? ചക്രവർത്തിയുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ജനിച്ചത്? बादशाह ने ऐसे बहुत से व्यक्ति देखे हैं जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए, इसलिए उनके मन में यह शंका उठी कि उनका खत पुत्री को मिलेगा या नहीं. അവസാനം ചതിയന്മാരും മറ്റുള്ളവരാൽ അയക്കപ്പെട്ട ചാരന്മാരുമാണെന്ന്
തെളിയിക്കപ്പെട്ട പലരെയും ചക്രവർത്തിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് തൻ്റെ ഈ കത്ത് മകൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടായി. കൈദി ബാപ്പുക്കോ अपनी बेटी का खत एक आसूनामा था क्यों? ബന്ധനസ്ഥനായ പിതാവിന് തൻ്റെ മകളുടെ കത്ത് വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു. എന്തുകൊണ്ട്? दिल्ली में बंधन में रहने वाली पुत्री के खत में अपनी और दिल्ली वालों की दुरवस्था का विवरण था. खत पढ़कर उसका भाई रोया. पिता की आंखें में आंसू भर गई. इसलिए कैदी बापू को पुत्री का खत एक आसूनामा लगा. ദില്ലിയിൽ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന പുത്രിയുടെ കത്തിൽ തൻ്റെയും ദില്ലിവാസികളുടെയും ദുരവസ്ഥ വിവരിച്ചിരുന്നു. കത്ത് വായിച്ച സഹോദരൻ, അവളുടെ സഹോദരൻ കരഞ്ഞുപോയി. പിതാവിൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. അതുകൊണ്ട് ബന്ധനത്തിൽ കിടക്കുന്ന പിതാവിന് പുത്രിയുടെ കത്ത് വേദന നിറഞ്ഞ വാക്കുകളായിട്ടാണ് അനുഭവപ്പെട്ടത്. दिल्ली वाले मुझो रोते होंगे, मैं भी उनको रोता हूं. यहाँ शासक का कौन सा गुण प्रकट होता है? ദില്ലിയിലുള്ളവർ എന്നെ പ്രതി കരയുന്നുണ്ടായിരിക്കും, ഞാനും അവരെ പ്രതി കരയുന്നു. ഇവിടെ ഭരണകർത്താവിൻ്റെ എന്ത് ഗുണമാണ് പ്രകടമാകുന്നത്? യഹാം ശാസകക്ക് പ്രജാവത്സലത ഔർ ഹംദർദി പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഭരണകർത്താവിൻ്റെ പ്രജാവാത്സല്യവും സഹാനുഭൂതിയുമാണ് പ്രകടമാകുന്നത്. കൈദിയോं का खर्च आधा कर दिया क्यों? തടവുകാരുടെ ചെലവിനുള്ള തുക പകുതിയാക്കിയത് എന്തുകൊണ്ട്? अंग्रेजों का विचार यह था कि इन मुगलों के पास जवाहरात बहुत ज्यादा है. ഇംഗ്ലീഷുകാരുടെ ചിന്ത മുഗളന്മാരുടെ കൈകളിൽ ധാരാളം രത്നങ്ങളുണ്ട് എന്നാണ്. ഇൻ കൈദിയോं को दिए जाने वाला खर्चा इनकी जरूरत से ज्यादा है. ഈ തടവുകാർക്ക് നൽകപ്പെടുന്ന ചെലവ് ആവശ്യത്തിലും അധികമാണ്. ഇസ്ലിയെ ഉനേം കൈദിയോം കാ ഖർച്ച ആധാ കർ ദിയ. അതുകൊണ്ട് അവർ തടവുകാരുടെ ചിലവ് വെട്ടിക്കുറച്ചു. തോഹഫയ്ക്ക് ബദലെ ബഹാദൂർ ഷാനെ ക്യാ ദിയ. സമ്മാനങ്ങൾക്ക് പകരമായിട്ട് ബഹാദൂർ ഷാ എന്താണ് നൽകിയത്? തോഹഫയ്ക്ക് ബദലെ ബഹാദൂർ ഷാനെ റാണി കാ ഏക് ഹാർ ദേ ദിയ. സമ്മാനങ്ങൾക്ക് പകരമായി ബഹാദൂർ ഷാ റാണിയുടെ ഒരു മാല നൽകി. ഗാലിബ് ഔർ ജൗക്ക് കൊൻഥെ. ഗാലിബും ജൗക്കും ആരായിരുന്നു? ഗാലിബ് ഔർ ജൗക്ക് ഉർദു ഏവം ഫാർസി ഭാഷാക്കി മഹാൻ ഷായർ ഥേ. ഗാലിബും ജൗക്കും ഉർദു, പേർഷ്യൻ ഭാഷകളിലെ പ്രസിദ്ധരായ കവികളായിരുന്നു. വേ ബഹാദൂർ ഷാ ജഫർ കെ ദർബാരി കവി ഥേ. അവർ ബഹാദൂർ ഷാ ജഫറിന്റെ കൊട്ടാരത്തിലെ കവികളായിരുന്നു. तेरा प्रत्युपकार कभी क्या हमसे होगा? कवി इस प्रकार क्यों सोचता है? നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയുമോ? എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ ചിന്തിക്കുന്നത്? जिस प्रकार मां अपना सर्वस्व देकर बच्चों का पालन पोषण करती है, उसी प्रकार मातृभूमि की गोदी में खेल कूद कर और उसकी धरती पर रेंग कर हम बड़े हुए हैं. मादा के समान मातृभूमि की सेवाएं भी निस्वार्थ है. उसके त्याग का प्रत्युपकार करना असंभव है. इसलिए कवि ऐसा सोचते हैं. അമ്മ തൻ്റെ സർവസ്വവും നൽകി മക്കളെ കൊഞ്ചിച്ച് ലാളിച്ചു വളർത്തുന്നത് പോലെ മാതൃഭൂമിയും അവരുടെ മടിത്തട്ടിൽ കളിച്ച് പൊടിയിൽ ഇഴഞ്ഞ് നമ്മൾ വളർന്നു വന്നു. മാതാവിനെ പോലെ മാതൃഭൂമിയുടെ സേവനങ്ങളും നിസ്വാർത്ഥമാണ്. അവളുടെ ത്യാഗത്തിനുള്ള പ്രത്യുപകാരം ചെയ്യുക എന്നത്
അസംഭവമാണ്. അതുകൊണ്ടാണ് കവി ഇങ്ങനെ ചിന്തിക്കുന്നത്. ധർത്തി ക പരിധാൻ ക്യാ ഹെ എന്ന് ചോദിച്ചാലോ? ഭൂമിയുടെ ഉടുപ്പ് എന്താണ്? നീലേ രംഗ ക ആകാശ് ധർത്തി ക പരിധാൻ ഹെ. നദിയോം और फूलों का वर्णन कवि ने किस प्रकार किया है? കവി നദികളെയും പൂക്കളെയും എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? നദിയാം മാതൃഭൂമി के प्रति प्रेम की धाराएं हैं. फूल और आकाश के असंख्य नक्षत्र उसके अलंकार है. നദികൾ മാതൃഭൂമിയോടുള്ള പ്രേമത്തിന്റെ പ്രവാഹമാണ്. പൂക്കളും ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളും മാതൃഭൂമിയുടെ ആഭരണങ്ങളും ആണ്. മാതൃഭൂമിക്ക് ലിയെ കവി ക്യാ കർണ ചാത്തെ ഹെ? മാതൃഭൂമിക്ക് കവി എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? മാതൃഭൂമിക്ക് ലിയെ കവി അപ്പന സർവസ്വ സമർപ്പിത് കർണ ചാത്തെ ഹെ. മാതൃഭൂമിക്ക് തന്റെ എല്ലാം സമർപ്പിക്കുവാൻ കവി ആഗ്രഹിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ ചാപ്റ്ററിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് പല ആവർത്തി കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.